പ്രശാന്തേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. എന്താണ് വിദ്യാഭ്യാസം? ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആഡംബരതയാണോ വിദ്യാഭ്യാസം, അതോ അതല്ലയോ വിദ്യാഭ്യാസം എന്നുള്ളൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് നമുക്ക് ഇന്ന് ഉയർത്താൻ വേണ്ടിയിട്ടുള്ളത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറിപ്പ്, ഒരു അച്ഛൻ്റെ കുറിപ്പ്. ആ അച്ഛൻ വേദനിക്കുകയാണ്. കാരണം തൻ്റെ മകളെ ഒരു വർഷം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചിലവാകുന്നത് 4.5 ലക്ഷം രൂപയാണ്. 4.5 ലക്ഷം രൂപ. ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിക്കുന്ന ഒരാളാണ്. എനിക്കെങ്ങനെ ഇത് താങ്ങാൻ വേണ്ടി സാധിക്കും? വളരെ വേദനിച്ചിട്ട് ആ അച്ഛൻ എക്സിൽ പങ്കുവെച്ചൊരു കുറിപ്പിപ്പോൾ വൈറലായിരിക്കുകയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ആഡംബരത എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റസ് ആയി തീരുകയാണോ? നല്ല വിദ്യാഭ്യാസം ആഡംബരതയാണോ? അല്ല. ഇതിപ്പോൾ നമുക്ക് ആദ്യം ഈ വിവരത്തിലേക്കൊന്ന് പോവാം. ഇത് ജയ്പൂരിൽ നിന്നും ഋഷഭ് ജെയിൻ എന്ന വ്യക്തിയാണ് എക്സിൽ ഒരു കുറിപ്പ് പങ്കുവച്ചത്. അദ്ദേഹത്തിൻ്റെ മകളെ, പ്രത്യേകിച്ചൊരു പെൺകുട്ടിയെ പഠിപ്പിക്കാൻ എല്ലാ അച്ഛനമ്മമാരും മക്കൾക്ക് നല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടണം എന്നാഗ്രഹിക്കും, കൊടുക്കണം എന്നാഗ്രഹിക്കും. അപ്പോൾ അതിന് നല്ല സ്കൂളുകൾ, നല്ല കോളേജുകൾ ഒക്കെ ആയിരിക്കും അവർ സമീപിക്കുന്നത്, അല്ലേ? പഠിക്കുന്ന കുട്ടികളെ തീർച്ചയായിട്ടും. അപ്പോൾ ഈ അച്ഛൻ ജയ്പൂരിലുള്ള ഒരു സ്വകാര്യ സ്കൂളിനെ സമീപിച്ചപ്പോൾ അവർ അവിടുത്തെ ഫീസ് സ്ട്രക്ചർ കൊടുത്തു. അത് കണ്ട അച്ഛൻ ഞെട്ടിപ്പോയി. ആ വിവരമാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ചത്. എന്നെപ്പോലൊരു സാധാരണക്കാരൻ ഇതെങ്ങനെ താങ്ങും? 4,27,000 രൂപയാണ് വാർഷിക ഫീസ്. 4,27,000 രൂപ. അതായത് 1-ാം ക്ലാസ്സിലേക്കാണ്, ഒന്ന് ആലോചിക്കണം. രജിസ്ട്രേഷൻ ചാർജ് 2,000 രൂപ, പ്രവേശന ഫീസ് 40,000 രൂപ, കോഷൻ ഡെപ്പോസിറ്റ് അത് റീഫണ്ട് ചെയ്യും, തിരിച്ചു കൊടുക്കും 5,000 രൂപ, വാർഷിക സ്കൂൾ ഫീസ് 2,57,000 രൂപ, ബസ് ചാർജ് 1,08,000 രൂപ, പുസ്തകങ്ങളും യൂണിഫോമും 20,000 രൂപ. ആകെ ഫീസ് പ്രതിവർഷം 4,27,000. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സാധാരണ കുടുംബം ഇതെങ്ങനെ താങ്ങും? ഒരു ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാർ, മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്നൊരു ശരാശരി എത്ര രൂപ അവർക്ക് വരുമാനം കാണും. അവരിതെങ്ങനെ ഈ കുട്ടികളെ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാൻ സാധിക്കും? സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. +2 വരെ സർക്കാർ സംവിധാനങ്ങളുണ്ട്. ഇവിടെയൊന്നും മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ താല്പര്യപ്പെടുന്നില്ല. അവരെപ്പോഴും അവർക്ക് വേണ്ടത് ആഡംബരതയാണ്. വലിയ ഇങ്ങനെ ഒരു പ്രവണതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം കഴുത്തറക്കുന്ന ഫീസ് ഈടാക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല വാസ്തവത്തിൽ. ഇതൊക്കെ ഈ കൊള്ളപ്പലിശയ്ക്ക് പണം കടം കൊടുത്തിട്ട് അത് വാങ്ങി അതിൻ്റെ മീറ്റർ പലിശ വാങ്ങി ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഗുണ്ട സംവിധാനം തുടങ്ങുന്ന അവരുടെ പോലും പലിശയ്ക്ക് ഇത്രയും മാരക മൂർച്ചയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതിൽ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുക എന്ന് പറയുന്നത് അതീവ അപകടം പിടിച്ച ഒരു അവസ്ഥ. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആവശ്യമാണ്. അത് കംപ്ലീറ്റ്ലി ഫ്രീയും ഏറ്റവും ലളിതമായ രീതിയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടത്. കുട്ടികൾക്ക് ഏറ്റവും ലളിതമായ ഫീസിൽ. തീർച്ചയായിട്ടും കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ, നാളെ ഈ ലോകത്ത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ, സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ ഒക്കെ അവരെ പ്രാപ്തരാക്കുന്നതാണ്. വിദ്യാഭ്യാസം ഒരു തൊഴിൽ നേടാനുള്ള മാർഗമല്ല. ഇവിടുത്തെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ചേട്ടൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വിദ്യാഭ്യാസം തൊഴിൽ നേടാൻ വേണ്ടി മാത്രമല്ല ഒരാൾ പഠിക്കുന്നത്. ഒരു മത്സരാധിഷ്ഠിത കമ്പോള വ്യവസ്ഥ, അങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ട്. കച്ചവടം, പച്ചയ്ക്ക് പറഞ്ഞാൽ എന്തും വിൽക്കുന്ന, എന്തിനേയും കൊള്ള ലാഭത്തിൽ വിൽക്കുന്ന ഒരു ലാഭക്കണ്ണ് മാത്രമുള്ള ഒരു ലോകമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ആ ലോകത്ത് അവർ വിദ്യാഭ്യാസത്തെയും കച്ചവടമാക്കിയിരിക്കുന്നു. കുട്ടികൾ പഠിക്കേണ്ടത് മിനിമം സൗകര്യങ്ങളിലിരുന്ന്, മിനിമം റിസോഴ്സസ് ഉപയോഗിച്ച്, വിഭവങ്ങൾ ഉപയോഗിച്ച് മികച്ച വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് നേടേണ്ടത്. അവർ നാളെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ അവർക്ക് അതിജീവിക്കാനാകണം. അതിനായിരിക്കണം, അതിന് പ്രാപ്തരാക്കാൻ, അതിന് കരുത്തുണ്ടാക്കി കൊടുക്കലാണ് വിദ്യാഭ്യാസം.
അല്ലേ? വീട്ടിലെ അമ്മ, അച്ഛൻ, മുതിർന്ന ആൾക്കാർ, അതിനുശേഷം സ്കൂളിലേക്ക് എത്തുമ്പോൾ അധ്യാപകർ, ഇവരുടെ എല്ലാം ജോലി ഒരു കുട്ടിയെ, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വ്യക്തിത്വമുള്ള ഒരാളാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്, അല്ലേ? ഒപ്പം അതിന് അറിവ് വേണം. എങ്ങനെ ഈ ലോകത്ത് നാളെ ജീവിക്കണം, ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ നൈപുണ്യം ഉണ്ടാകണം, അവർക്ക് കഴിവുകൾ ഉണ്ടാകണം. എന്താ, ഏത് മേഖലയിലാണോ അവരുടെ താല്പര്യം, അവർക്കൊരു താല്പര്യം, ഓരോ കുട്ടിക്കും ആ ഓരോ താല്പര്യങ്ങളുണ്ടാവും. നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് ടേസ്റ്റ് എന്ന് പറയും. അപ്പോൾ ആ താല്പര്യങ്ങൾ, ഓരോ രുചികളുണ്ടാകും. ചിലർക്ക് കണക്ക് പഠിക്കാനായിരിക്കും താല്പര്യം, ചിലർക്ക് ഭാഷകൾ പഠിക്കാനായിരിക്കും താല്പര്യം, ചിലർക്ക് ചിത്രരചനയിലായിരിക്കും താല്പര്യം, ചിലർക്ക് ഇലക്ട്രോണിക് സംബന്ധമായ സാധനങ്ങൾ ഉണ്ടാക്കാനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുമായിരിക്കും താല്പര്യം, ചിലർക്ക് അറ്റകുറ്റപ്പണിയിലായിരിക്കും, ചിലർക്ക് നിർമ്മാണ മേഖലയിലായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തമാണ് കുട്ടികളുടെ അഭിരുചികൾ. അപ്പോൾ അത് കണ്ടെത്തി കുട്ടികളെ വാസ്തവത്തിൽ അങ്ങനെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ആ മേഖലയിൽ മികവുറ്റവരാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരിൽ നിന്ന് രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന രീതിയിൽ ഉൽപ്പാദനം ഉണ്ടാവും. കറക്റ്റ്. ആ ഉൽപ്പാദനം തിരിച്ച് അവർക്ക് ചെയ്യുന്ന സേവനത്തിൻ്റെ എത്ര സമയം, എത്ര കാലം, എത്ര കഴിവുകൾ, എത്ര മാൻ പവറൊക്കെ ഉപയോഗിക്കുന്നു, മാനവ വിഭവശേഷിയൊക്കെ ഉപയോഗിക്കുന്നു, അതിനനുസരിച്ചുള്ള വരുമാനം അവർക്ക് കിട്ടുന്നു, അല്ലേ? ഇങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിനെ പ്രാപ്തരാക്കാനാണ് വിദ്യാഭ്യാസം. ഒപ്പം അവർക്ക് മികച്ച പൗരന്മാരാക്കുക, രാജ്യസ്നേഹമുള്ള, സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പൗരന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ്. ഞാൻ ചേട്ടൻ പറഞ്ഞത് വളരെ വലിയ വാക്കുകളാണ്. പക്ഷേ ഈ ചിന്താഗതി പിന്തുടരുന്ന എത്ര രക്ഷിതാക്കൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് വളരെ വളരെ ചുരുക്കം ഉണ്ടാവും, വളരെ ചുരുക്കം ഉണ്ടാവും. ഇന്നത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കണം, മികച്ച ജോലി, വലിയ ശമ്പളം കിട്ടുന്ന ജോലി കിട്ടണം, 21ാമത്തെ വയസ്സിൽ അമേരിക്കയിൽ എത്തണം, 25ാമത്തെ വയസ്സിൽ 5 കാറ് വേണം, 27ാമത്തെ വയസ്സിൽ മകൻ ഇംഗ്ലണ്ടിലാണെന്ന് പറഞ്ഞിട്ട് നല്ലൊരു പെണ്ണിനെ കെട്ടിക്കണം, നല്ല സ്ത്രീധനം വാങ്ങിക്കണം. ഇങ്ങനെ 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 ഈ ചിന്താഗതികളായിട്ടാണ് പെൺകുട്ടികളെയും വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ എന്താ പറയണ്ടേ, അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിലൂടെ ജീവിതം സുരക്ഷിതമാകുകയല്ല, അരക്ഷിതമാവുകയാണ്. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മാനവ നിർമ്മിതിയാണ്, മനുഷ്യനെ നല്ല വ്യക്തിയെ സൃഷ്ടിക്കലാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നില്ല. പകരം എല്ലാം ലാഭക്കണ്ണുകളോടുകൂടി മാത്രം കാണുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ ഋഷഭ് ജെയിൻ അദ്ദേഹത്തിൻ്റെ അനുഭവം ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഇത് എങ്ങനെ ഒരു സാധാരണക്കാരൻ താങ്ങും? ഇത്രയും വലിയ, അപ്പോൾ അതായത് കുട്ടികൾ വലിയ സൗകര്യത്തിലാണ് പഠിക്കുന്നത്. നമുക്കറിയാം കുട്ടികൾക്ക് ഇന്ന് പഠിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ വേണം, ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് കുറഞ്ഞ ചിലവിൽ ലഭ്യമാണ് താനും. ഇതൊന്നും എന്താ പറയേണ്ട, വലിയ ബാലികറാമലയൊന്നുമല്ല. സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമില്ല. എൻ്റെ 2 മക്കൾ പഠിക്കുന്നത് സർക്കാർ സ്കൂളിലാണ്, കേരളത്തിൽ. ഈ സർക്കാർ സ്കൂളിൽ വൈഫൈ കണക്ഷനുള്ള ഇൻ്റർനെറ്റ് സംവിധാനം അവിടെ ഉണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ കേരളത്തിലെ വിദ്യാഭ്യാസം ഓരോ കുട്ടിക്കും ഒരു ലാപ്ടോപ്പ് വെച്ചൊന്നും കിട്ടുന്നില്ലെങ്കിലും അത്യാവശ്യം ഒരു ക്ലാസ് മുറിയിലേക്ക് ഒരു ലാപ്ടോപ്പ് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സർക്കാർ സ്കൂളാണ്. പൊതുവിദ്യാഭ്യാസം തകർന്നു പോയൊരിടത്തുനിന്ന് കേരളം പിടിച്ചു കയറിയതാണ്. അത് നമ്മുടെ രാഷ്ട്രീയക്കാരെയും നമ്മുടെ മന്ത്രിമാരെയും ഒക്കെ ആ കാര്യത്തിൽ, ഉദ്യോഗസ്ഥന്മാരെയും അധ്യാപകരെയും നമ്മളവിടെ കൈയെടുത്ത് കുമ്പിടണം. കാരണം അവരുടെ തീവ്രമായ ഇച്ഛാശക്തിയുടെ ഫലമാണ് കേരളത്തിൽ ഇന്ന് പൊതുവിദ്യാഭ്യാസം നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വലിയ തോതിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അല്ല, അപ്പോൾ പൊതുവിദ്യാഭ്യാസം നമ്മൾ മാതൃക തന്നെയാണ്, അതിൽ സംശയമില്ല. ഇവിടെ കുട്ടികൾ ശരിക്കും അച്ഛനമ്മമാർ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികളെ മികച്ച വിദ്യാഭ്യാസം കൊടുക്കണം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. പക്ഷെ അത് ഇതുപോലെ പിടിച്ചു പറിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക്, ഒരുതരം കശാപ്പ് നടത്തുന്ന, കഴുത്തറുത്ത് പണം വാങ്ങുന്ന, കഴുത്തറുപ്പൻ പലിശ വാങ്ങുന്ന സംവിധാനങ്ങൾ പോലെയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായി മാറരുത്. ഇതിൻ്റെ വേറൊരു കാര്യം, എന്തുകൊണ്ട് ഇവർ ഈ സ്ഥലങ്ങളിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ കുട്ടികളെ അയക്കുന്നു എന്നുള്ളതിന് ഒരു വലിയൊരു സ്റ്റാറ്റസ് സിമ്പിൾ ഉണ്ട്. അതായത് പലർക്കും ഈ ആഡംബരത്തിൻ്റെ ചിഹ്നം. അതെ, സർക്കാർ സ്കൂളുകളിൽ അയക്കാൻ, സർക്കാർ സ്കൂൾ അതൊരു നാണക്കേടാണ്. എൻ്റെ മകൻ പഠിക്കുന്നത് ഇവിടെ ആയിരിക്കണം, മറ്റേ എൻ്റെ മകള് പഠിക്കുന്നത് ഇന്നടത്താണ് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇതൊരു വലിയ പാഠം. ശരിക്കും ഇത്തരം അച്ഛന്മാരെന്ന് പറഞ്ഞാൽ
ഇവർക്ക് സാമൂഹികപരമായിട്ടുള്ള ഒരു ചിന്താഗതിയില്ല. ഇല്ല. വെറും വ്യക്തി 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 എന്ന് പറയുന്ന, അതായത് സ്വാർത്ഥരായ ഒരു സമൂഹത്തെ, ഒരു തലമുറയെ അവർ വാർത്തെടുക്കാൻ കൂട്ടു നിൽക്കുകയാണ്. ഇതാണ് അതിനകത്ത് വരുന്നത്. വലിയ ഡിഗ്രിയൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ കുഞ്ഞിന് വളർന്നു വരുന്ന യുവത്വത്തിലേക്ക് കാലൂന്നി കഴിയുമ്പം എങ്ങനെ പണം സമ്പാദിക്കാം, എങ്ങനെ കൂടുതൽ ആഡംബരം നേടാം, എങ്ങനെ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങാം, ഇതൊക്കെ ചുറ്റിക്കറങ്ങുന്നതൊന്നും തെറ്റല്ല. ഈ സ്ഥിതി സർക്കാരിന് വേണമെങ്കിൽ മാറ്റാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും. കാരണം ഞാൻ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ പല സർക്കാർ സ്കൂളുകളും മികച്ച ഫെസിലിറ്റീസ് അവിടെ ഇല്ല. പലതും ഇപ്പം നമ്മൾ അമേഠിയിലാണെന്ന് തോന്നുന്നു 2014 രാഹുൽ ഗാന്ധി തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ട്രോൾ ചെയ്ത് കണ്ടതാണ്. അവിടെയുള്ള സ്കൂളുകളുടെ അവസ്ഥ എന്താണ്, രാഹുൽ MP ആയിട്ട് എന്ത് കാര്യം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ 2014 ശേഷം ഈ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ശുഭകരമായ സൂചനയാണ്. പക്ഷെ അത് പോരാ, അതിൻ്റെ വേഗം കൂട്ടണം. വലിയ തോതിൽ അത് എന്താ പറയുക, ഈ മോഡിഫിക്കേഷൻ എന്നൊക്കെ ആൾക്കാർ കളിയാക്കും. നരേന്ദ്രമോദി ദേശീയ വിദ്യാഭ്യാസ നയം അതാ ഇപ്പം അതിൻ്റെ ഏതാണ്ടെല്ലാം ആയിട്ടുണ്ട്. അത് അതിനെക്കുറിച്ച് വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ പറയുന്നത്, രാജ്യം മുഴുവനും വിദ്യാഭ്യാസം സാർവത്രികമായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയേ തീരും. അത് ഈ ബിസിനസ് ഒരു കച്ചവടം നടത്തി കാശുണ്ടാക്കാനുള്ള ഒരു ഏർപ്പാടാക്കി മാറ്റരുത്. അതിന് സർക്കാർ കൂട്ടുനിൽക്കരുത്. അവസാനം ഒരു കാര്യം കൂടി പറയാം. ലോഹിതദാസ്, തിരക്കഥാകൃത്ത്, സിനിമാ സംവിധായകനായ ലോഹിതദാസ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മക്കളെ ഞാൻ ബോധപൂർവം ഞാൻ അയച്ചത് സർക്കാർ സ്കൂളുകളാണ്. എനിക്ക് വേണമെങ്കിൽ ഈ പ്രൈവറ്റ് സ്കൂളുകളിൽ അയക്കാം, പക്ഷേ പ്രൈവറ്റ് സ്കൂളുകളിൽ പോയിട്ട് പഠിക്കാൻ പറ്റാത്ത ഒരുപാട് മൂല്യമുള്ള കാര്യങ്ങൾ അവൻ ഈ സർക്കാർ തീർച്ചയായും സ്കൂളുകളിൽ നിന്ന് പഠിക്കാം. അവിടെ ഒരുപാട് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ആളുകളുണ്ടാവും, അവിടെ നിന്ന് അവൻ പഠിക്കുന്ന ഒരുപാട് ഭാഷകളുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് കുറെ കുഞ്ഞു കുഞ്ഞു കുറെ സാധനങ്ങൾ, ജീവിതം, ഹൃദയസ്പർശിയായ ജീവിതം പഠിക്കാൻ സർക്കാർ സ്കൂളുകളാണ് നല്ലത്. അത് നമുക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇത് അവസാനിപ്പിക്കാം.